എഡ്യൂബോർഡ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ കുറെ ആളുകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയായിരിക്കും അതിനൊക്കെ ആൻസർ ചെയ്യുക, നമ്മൾ എങ്ങനെയാ ഫുൾ മാർക്ക് വാങ്ങുക എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലെ. മിസ്സിന്റെ ക്ലാസ് 5ലെ കുഞ്ഞുമക്കൾ ആരും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഇന്ന് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിക്കോളൂ, ഉചിത സന്ദേശ ജോഡെ പോസ്റ്റർ കി പൂർത്തി കരേ. എല്ലാ പ്രാവശ്യവും നമ്മൾ 5ാം ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് കുറേ വർഷമായിട്ട് 5ാം ക്ലാസ്സിൽ നമുക്ക് അറിയാം അല്ലെ, ഈ ഒരു വർഷം നിങ്ങളുടെ സിലബസ് മാറി, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് അത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലാക്കാനൊന്നും നമുക്കിപ്പോൾ നിർവാഹമില്ല. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പോസ്റ്റർ എഴുതാനായിട്ട് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ബോർഡർ വരയ്ക്കുക. രസമായിട്ടൊരു ബോർഡർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, അത് വരയ്ക്കുക. അതിനുശേഷം ബോക്സ്, വെറുതെ ഒരു ബോക്സ് വരച്ചാലും മതി. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പൊ എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നിങ്ങളോട് പോസ്റ്റർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, സന്ദേശവാക്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചിത്രം, ഇപ്പൊ ഇവിടെ ഒരു മരം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ മരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിത്രമൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ചിത്രമൊക്കെ വരച്ച് നല്ല രസമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാം അല്ലെ. പേട് ലഗാവോ ഹരിയാലി ഫെലാവോ, ഇതാ നമുക്ക് കൊടുക്കാം അല്ലെ. എന്ത് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. അപ്പൊ നോക്കിക്കോളൂ, പേട് ലഗാവോ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കൂ, ഹരിയാലി ഫൈലാവോ അല്ലെ, എന്താണ്, പച്ചപ്പ് നിറയ്ക്കൂ. അപ്പൊ ഇതുപോലെ പോസ്റ്റർ വാക്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. സന്ദേശവാക്യങ്ങൾ കൊടുത്തുകൊണ്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ മരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു വർഷം വെള്ളവുമായിട്ട് ഇമ്പോർട്ടൻസ് അല്ലെ, വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ചാപ്റ്റേഴ്സ് വന്നതുകൊണ്ട് വെള്ളവുമായിട്ട്, വെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണ്, ജലം അത് പാഴാക്കരുത്, നമ്മൾ മലയാളത്തിലെ സന്ദേശവാക്യങ്ങൾ എഴുതാറുണ്ട് അല്ലെ. അതുപോലെ ചിലപ്പോൾ നിങ്ങളോട് ഹിന്ദിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോളൂ. ആവോ बचत करे पानी के महत्व पर പോസ്റ്റർ തയ്യാർ കരേ. ഇതാ നോക്കിക്കോ, ഒരു നല്ല ഭംഗിയുള്ള ഒരു പോസ്റ്ററിന്റെ ഒരു പ്ലക്കാർഡിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെള്ളത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്, പാനി അമൂല്യ ഹെ ഉസേ ബച്ചാവോ, എന്ത് വേണേലും കൊടുക്കാം. ജൽ അമൂല്യ ഹെ ഉസേ, ജൽ അമൂല്യ ഹെ, ജൽ വരദാൻ ഹെ ഉസേ ഫേങ്കോ മത്, ഉസേ മലിൻ മത് കർനാ ഹെ, ഉസേ ശോഷൻ മത് കരോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സന്ദേശവാക്യങ്ങൾ കൊടുക്കാം. അപ്പൊ അതാ അവിടെ മിസ് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് സന്ദേശവാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് നോക്കിക്കോളൂ. പാനി അമൂല്യ ഹെ, ജൽ ജീവൻ കാ ആധാർ ഹെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ 1-2 സന്ദേശവാക്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ നിന്ന് ഫിൽ ചെയ്യാം അല്ലെ. പാനി അമൂല്യ ഹെ അല്ലെ, പാനി അമൂല്യ ഹെ, ജൽ ജീവൻ കാ ആധാർ ഹെ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ വെള്ളവുമായി ബന്ധപ്പെട്ട് ജലത്തെ സംരക്ഷിക്കാനായിട്ടുള്ള പോസ്റ്റർ എഴുതാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 സെന്റൻസ് സിമ്പിൾ എഴുതുക. ഒരു ബോക്സ് വരയ്ക്കുക. ഇവിടെ ഒരു പൈപ്പിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി മരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു മരം വരയ്ക്കാനോ, ഇനി വെള്ളമായിട്ടാണെങ്കിൽ ഒരു പൈപ്പിന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. നീറ്റായിട്ട് എഴുതുക, വെട്ടും കുത്തൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ബോക്സ് ഒക്കെ വരച്ച് ബോർഡർ ഒക്കെ വരച്ച് നല്ല രസമായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ പോസ്റ്റർ എന്ന് പറഞ്ഞ സന്ദേശവാക്യം, പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിസ്സിന്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും എന്ന് മിസ് വിശ്വസിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും എക്സാമിന് പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാനും ഫുൾ മാർക്ക് വാങ്ങാനും പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.